ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞപ്പനെ വിളിക്കാൻ അംഗനവാടിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ആ വഴി പോകുന്ന വഴിയാണ് സാമിനെ ഇപ്പൊ കണ്ടത്. കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ സാങ്കുട്ടൻ. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അവന്റെ വീട്. കുഞ്ഞപ്പന്റെ അംഗനവാടിയല്ല, വേറൊരു അംഗനവാടിയിലാണ് അവൻ പോകുന്നത്. അപ്പൊ അവന്റെ അമ്മയും അവനെ വൈകിട്ട് വിളിച്ചോണ്ട് വരുന്ന വഴിയായിരുന്നേ. അപ്പൊ നമുക്ക് നടന്ന് പോകാം. എന്നെ കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ബാക്ക് ക്യാമിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നല്ല വെയിലെന്ന് പറഞ്ഞാൽ നട്ടപ്പൊരു വെയിലാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ വെച്ച്. പക്ഷെ ഇത് അവസാനം എന്താകുമെന്ന് അറിയാമല്ല. എന്തായാലും ഇന്ന് കുഞ്ഞപ്പനെ നടന്നാണ് ഞാൻ പോയി വിളിക്കാൻ പോകുന്നത്. ഇവിടുന്ന് കുറച്ചധികം ദൂരം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ആരുടെയെങ്കിലും വണ്ടി ഓസിനെടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോകും. ഇതിപ്പോൾ എന്നാലും നടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുട എടുത്താൽ മതിയായിരുന്നു. പോട്ടെ, എന്തായാലും ഇന്ന് നടന്നു പോകാം അല്ലേ. അപ്പൊ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുന്നുണ്ട്, നമുക്ക് റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ദേ നമ്മുടെ തോട്ടിൽ കൂടി വള്ളം പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ വള്ളം പോകുന്നത് കാണാൻ. ഞാൻ ഇത്രയും നാളായിട്ട് വള്ളത്തിൽ കയറിയിട്ടില്ല. ഇത് കുഞ്ഞപ്പന്റെ അപ്പയുടെ കൂട്ടുകാരന്റെ കടയാണ്, ശ്രീകുമാറിന്റെ കടയാണ്. ഇല്ല, ഇന്ന് വേണ്ട, ഇന്ന് നടന്നു പോകാൻ തീരുമാനിച്ചു. വെറുതെ ഒരു രസം വീഡിയോ എടുക്കും. എന്നെ കണ്ടപ്പോ തന്നെ ചേട്ടൻ താക്കോല് നോക്കുവാണ് കേട്ടോ എനിക്ക് തരാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഇവര് സമ്മതിക്കില്ലെന്ന്, എന്ത് ചെയ്യാൻ. ദൈവമേ, എന്താണ് റോട്ടില് ബ്ലോക്ക്. ഇതേ പ്രൈവറ്റ് ബസ്, നമ്മുടെ പാലത്തിലെ എല്ലാ വണ്ടികളും നിർത്തിയിട്ടേക്കാണ്. എന്താ സംഭവം എന്നറിയാൻ മേലേട്ടാ. എന്ത് പറ്റി? എന്റെ ദൈവം, ഇതെന്താണ് മറ്റേ മാല പോലെ ഇത്രയും വണ്ടി? നോക്കിക്കേ, 2 ബസ് മുട്ടി ഒരുമി വരികയാണ്. എന്റെ ദൈവമേ, ആ ഡ്രൈവർമാരെ സമ്മതിക്കണല്ലേ ഇത്രയും ചെറിയ റോട്ടിൽ കൂടി 2 ബസ്സൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോകാൻ. ഇതിന്റെ ഇടയിൽ കൂടി ഞാൻ വണ്ടിയായിട്ടാണ് വന്നിരുന്നെങ്കിൽ പെട്ടുപോയനെ ഗൈസ്. ഇതാവുമ്പോ എനിക്ക് ഇടവൂട്ട് കൂടി ഇങ്ങനെ നൂണ്ടൊക്കെ പോകാമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. അവസാനം നമ്മുടെ ഓട്ടോ ചേട്ടന്മാരാണ് രക്ഷകരായിട്ട് എത്തിയത് കേട്ടോ. അവരാണ് എന്നെ കടത്തി തന്നത്. കാണിച്ചു തരാമേ. ഇത് ഞാൻ എങ്ങനെ ഇപ്പൊ കടക്കും ചേട്ടാ? പണി പാളിയല്ല കടക്കും. എന്നെ സഹായിക്കും ഗൈസ് നമ്മുടെ ഓട്ടോ ചേട്ടന്മാർ. അയ്യോ, ഞാനോടി. താങ്ക് യു, ടാറ്റാ, ബൈ. ഞാനൊരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഗൈസ്. നടന്നു വരികയാണ്. ഇനി ഈ ഒരു ചെറിയ റോഡാണ്. ഈ റോഡ് അങ്ങേ അറ്റം വരെ നടക്കണം. നല്ല നടപ്പുണ്ട്. വൈകുന്നേരമൊക്കെ മറ്റേ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ കൂടി നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ണമൊക്കെ കുറഞ്ഞിട്ടു. ഇതേ പിള്ളേരെ കൊണ്ടൊക്കെ അമ്മമാർ പോകുന്നുണ്ട്. എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നിങ്ങളെ കാണിച്ചു തരാമേ. വർത്താനം പറയാൻ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൂരമൊന്നും ഒരു പ്രശ്നമല്ലല്ലേ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്തോരം നടന്നേക്കണ്. അപ്പോൾ ഈ ചേച്ചീൻ്റെ മോനെ എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ചേച്ചി എന്നെ കണ്ടപ്പോൾ തന്നെ മോൻ കുഞ്ഞപ്പൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറേ നേരം സംസാരിച്ചത്. ഇതൊക്കെ കുഞ്ഞപ്പൻ്റെ ഫ്രണ്ട്സാണ്, അംഗനവാടിയിൽ നിന്ന് വരുവാണ്. ഞാൻ എപ്പോഴും വല്യത്തോട് അമ്മേനറിയോ ചേച്ചി? അമ്മയുടെ പേര് കലയെന്ന, അമ്മ ടീച്ചറാണ്. കല അപ്പുക്കുട്ടൻ മരുമോളാണ് ഞാൻ, മൂത്ത മോന്റെ വൈഫാണ്. ഞങ്ങളെപ്പോഴും വണ്ടിയിലായിരിക്കും ചേച്ചി പോണ. എടി കാണിച്ചരാടി, അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തി ഞാൻ വണ്ടിയിലായിരിക്കും പോണം. ഇന്ന് വണ്ടി എടുത്തില്ല, അതാ ഇന്ന് നടന്നു പോണം. നാളല്ലേ ഇവിടെ ഉത്സവം? എന്തോ കാണുമല്ലേ വീഡിയോ? ഇതുപോലെയൊക്കെ നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ ഇങ്ങനെ റോട്ടി വെച്ച് ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയ കുഞ്ഞിന് ഈ പൂവൊക്കെ? ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് പറിച്ചതാണോ? ആണോ? ടീച്ചർ വഴക്കിടുവോ? വഴക്കിടിയല്ലേ? ഉത്സവത്തിന് പോണില്ലേ? ആരുടെ കൂടെ പോകും? അമ്മച്ചിയുടെ കൂടെ പോകും. കുഞ്ഞപ്പന്റെ കൂട്ടുകാരി ഫുൾ വൈബാണ് ഗൈസ്. ഇവിടെ അമ്പലത്തിന്റെ, ഞാൻ കാണിച്ചൊരു അമ്പലത്തിന്റെ പരിപാടിയൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുണ്ട്ര അമ്പുവേ, കുഞ്ഞപ്പനെന്തിയേ? കുഞ്ഞപ്പനെന്തിയടാ? അവിടെ ഉണ്ടാ? ബഹളോണാ? ഓടല്ലേ കുഞ്ഞു വണ്ടി കണ്ടില്ലേ? ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത് അമ്പലം. ഞാനൊന്ന് കാണിച്ചു തരാം. കുഞ്ഞപ്പനെ വിളിച്ചോണ്ട് വന്നിട്ട് അമ്പലം കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ എന്താണെങ്കിലും പോട്ടെ. ഈ ഒരു വഴി കൂടി നേരെ നടന്നു പോണം. കുഞ്ഞിപ്പോയ്, എന്തോ എന്തെന്ന് സെലിബ്രിറ്റി എന്നായി കള്ളി? അവളാണോ ടീച്ചറെ? അവള് പഠിപ്പിച്ചതെന്നാണോ നിന്നെ? ഏടാ, ടീച്ചറിന്റെ മോളോ? ചേച്ചി പഠിപ്പിച്ചെന്നാണാ? കുഞ്ഞിപ്പ ചെരുപ്പ് തെറ്റിപ്പോയിടാ. നാളെ ഉത്സവമായതുകൊണ്ട് നാളെ അംഗൻവാടി ഇല്ലെന്ന് കേട്ടാ. സന്തോഷായോ? അമ്പലത്തിൽ നിന്ന് കളിപ്പാട്ടം മേടിക്കോ? ആനയുടെ പുറത്ത് കയറണ്ട, സമയം പോണു. ബാ വീട്ടിലോട്ട് പോകാം. ടീച്ചറിന്റെ വീട്ടിൽ ആനയാണ് കേട്ടാ, നല്ല രസമാണ്. കാണിച്ചരാടി നിന്നെ.
ഗൈസ്, ആ മുമ്പേ ഓടിപ്പോകുന്ന കുരുപ്പിനെ കണ്ടില്ലേ? ടീച്ചറിന്റെ മോളാണ് കേട്ടോ. അവളാണ് കുഞ്ഞപ്പന് സെലിബ്രിറ്റി എന്നുള്ള പേര് പഠിപ്പിച്ചു കൊടുത്തത്. അമ്മ വരുമ്പോൾ അമ്മേനെ സെലിബ്രിറ്റി എന്ന് വിളിക്കണം കേട്ടാന്ന് അവനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോഴാണ് ഞാൻ ചെന്നപ്പോൾ അവൻ അങ്ങനെ വിളിച്ചത്. കുഞ്ഞപ്പന്റെ കൂട്ടുകാരൻ അമ്പു അവന്റെ അമ്മൂമ്മയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്പലത്തിലെ കാഴ്ചയൊക്കെ കണ്ട് അപ്പൊ വൈകിട്ട് വരാൻ കേട്ടാ, അച്ഛൻ വരുമ്പോൾ വരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ നടന്നു പോകുന്ന വഴിയാണ് കുഞ്ഞപ്പൻ ഓരോ കല്ലൊക്കെ പറക്കി ഓരോ കുസൃതിയൊക്കെ കാണിച്ച് നടക്കുകയാണ്. പുറകിന്ന് കുഞ്ഞപ്പാ കുഞ്ഞപ്പാ എന്നൊരു വിളി. വേറെ ആരുമല്ല, കുഞ്ഞപ്പന്റെ കൂട്ടുകാരി നിഹാരമോളാണേ. അവള് കുഞ്ഞപ്പാ കുഞ്ഞപ്പാന്ന് വിളിച്ചോ? എന്താ പമ്മി പമ്മി പോണ പോക്ക് നോക്കിക്ക്. അവളെ ഒന്നുകൂടി നോക്കാൻ പോവാണോ? നോക്കാൻ പോവാണോ? പിന്നെ വന്നേക്ക്. അവന് സംശയം അവള് പുറകെ വന്നുണ്ടാന്ന്. കൂട്ടുകാരിനെ കാണാം. ഓ എന്റെ പൊന്നേ, പൂ തന്ന അവള് ടീച്ചറിന്റെ അവിടെ നിന്ന് പറിച്ചതാ. ബാ സ്കൂൾ പിള്ളേരാ. കുഞ്ഞപ്പനെ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിടാ. എല്ലാരും ചാറ്റാന്നാണ്ടാ. കണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ. കുഞ്ഞപ്പനെ മനസ്സിലായിട്ട് കുഞ്ഞുമക്കൾ ഓട്ടോയിൽ പോകുന്നവരൊക്കെ കുഞ്ഞപ്പനെ വിളിക്കുകയാണേ. കുഞ്ഞേ, ഇതെന്തായി കാണിക്കണം നീ? എന്താണെന്ന്? മീനെ പിടിക്ക. എടാ അത് കുളമല്ലടാ, അത് റോഡാണ്. റോട്ടിൽ വെള്ളം കിടക്കുന്നതാ. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. കുളം ഏതാണ് റോഡ് ഏതാന്ന് അറിയാൻ മേലാത്ത അവസ്ഥയാണ്. ബാ, കീറാൻ പാടില്ല. പോസ്റ്റർ കീറാൻ പറ്റില്ല. തോട്ടി പിന്നെ വെള്ളം അല്ലാണ്ട് എന്തുണ്ടാവൂടാ? തോട്ടിലല്ലേ വെള്ളം ഉണ്ടാവുന്നത്. ഓ ദൈവമേ, നിറച്ച് വേസ്റ്റ് ആണല്ലോടാ ഇതിന്റെ അടിയില്. ബാ നമുക്ക് പോകാം. എനിക്കും ഇഷ്ടപ്പെട്ടില്ല. ആ ഗേറ്റിന്റെ ഉള്ളിൽ ആരുണ്ടാന്ന് അറിയില്ല. അത് ആരുടെയോ വീടാ. വേണ്ട ന്യൂ ന്യൂ ന്യൂ, അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പാടില്ല. കുഞ്ഞേ ബാ പോവാം. അത് വേറെ ആൾക്കാരുടെ വീടല്ലേ, നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്യാമോ? ബാ വേണ്ട ന്യൂ, അവിടെ ആരും ഇല്ലടാ. അവിടെ ട്യൂഷനാ, പിള്ളേരൊക്കെ പഠിക്കുക. അപ്പൊ നമുക്ക് പോവാം. കാറ്റ് വീശിട്ട് കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടം. കാറ്റ് വീശിട്ടാണ് ഇത്ര സന്തോഷം. ആടാ. How are you, Nunu? Yes, I am fine. എടാ, നിന്റെ പേരാ ചോദിച്ചത്. പേര് പറ. അഹാൻ. Nice to meet you, Ahan. Nice to meet you. വരുന്ന വഴി നമ്മൾ ഫോറിനേഴ്സിനെ കണ്ടപ്പോഴുള്ള കാര്യങ്ങളാണ്. അതുമാത്രമൊന്നും അല്ലായിട്ട് അത് കഴിഞ്ഞൊക്കെ എന്തൊക്കെയോ കുഞ്ഞപ്പൻ അവരോട് കുറേ സംസാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തുള്ളേ. അങ്ങനെ വന്ന വഴി ബേക്കറി കയറിയതാണ്. അപ്പോൾ കുഞ്ഞ് ബേക്കറി ഐറ്റംസ് ഒന്നും അമ്മ മേടിച്ചരത്തില്ല, ഫ്രൂട്ട്സ് മാത്രം നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അവർ അവിടുത്തെ ഒരു മാഗിയൊക്കെ പൊക്കിയെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വാങ്ങിച്ചില്ല. എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു കൊതി കാരണം ഒരു ലഡു വാങ്ങിച്ചിരുന്നു കേട്ടോ. കാരണം കുറേ നാളായി ഞാൻ ലഡു കഴിച്ചിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന സീനാണ്. കാവടി പോകുന്നുണ്ടായിരുന്നു, ഉത്സവമാണ്. അപ്പോൾ കാവടി കാണാൻ വേണ്ടി റോട്ടിൽ പോയിരുന്നതാണ്. നമ്മുടെ ഷോർട്സ് കാണുന്നവർക്ക് അറിയാം എന്താണ് സംഭവിച്ചെന്ന്. അങ്ങനെ കാവടി കാണാൻ റോട്ടിൽ നിന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ പടിഞ്ഞാറുള്ള വീട്ടിലുള്ള എല്ലാവരും വീടെല്ലാം പൂട്ടി എല്ലാവരും റോട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ കാണാൻ വേണ്ടി. കുഞ്ഞപ്പനെ പടിഞ്ഞാറൊന്ന് സൈക്കിൾ ഓട്ടാൻ കൊണ്ടുപോയതാണ്. അപ്പോഴാണ് നമ്മുടെ പിള്ളേർ പറയുന്നത് ഒക്കെ കാവടി പോകും റോട്ടിൽ കൂടി വാ കാണാന്ന് പറഞ്ഞിട്ട് പിന്നെ അവന്മാരുടെ കൂടെ പോയതാണ്. ഷോർട്സ് ഒക്കെ കാണാത്തവർ ഷോർട്ട് വീഡിയോസ് കൂടി എടുത്ത് കണ്ടു നോക്കണേ. അതിൻ്റെ അകത്ത് ഞാൻ ഇതിൽ കാണിക്കാത്ത കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇതൊക്കെ കാവടി കാണിച്ചു തരാം.
ചെണ്ടമേളം ഒക്കെ നിങ്ങൾ ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ റോഡല്ലേ, അപ്പോൾ ഫുൾ ബ്ലോക്കായി ഭയങ്കര തിരക്കാകും. അതുകൊണ്ട് തന്നെ ആ കാവടി ചേട്ടന്മാർ അങ്ങോട്ട് മാറി ഒരു സ്ഥലത്ത്, ആളില്ലാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് നല്ലോണം ഡാൻസ് കളിച്ചായിരുന്നേ. പക്ഷെ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുഞ്ഞപ്പനെ കൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഇത്തിരി റിസ്ക് ആണ്. അവിടെ നിറയെ ജനം, ആളും തിരക്കുമാണ്. എനിക്ക് വീഡിയോ എടുക്കാനും പാടായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ അച്ചായി വന്ന് പുറകെ നിൽക്കുന്നു. ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണേ. ഞങ്ങളെ കണ്ടുകൊണ്ട് വണ്ടി അവിടെ നിർത്തിയതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ കാവടി അച്ഛ അവരവിടെ നല്ലോണം ഡാൻസ് കളിക്കൊണ്ട് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛക്ക് വയ്യ, അച്ഛ പണി കഴിഞ്ഞ് വന്നതല്ലേ. എന്താണ് അമ്മുമ്മേനെ എന്താ പറഞ്ഞവൻ? അമ്മുമ്മേനെ ഇടിക്കാനാ? കുഞ്ഞപ്പനും അച്ഛനും തമ്മിലുള്ള റേസ് ആണ് ഗൈസ്. കുഞ്ഞപ്പ ചവിട്ടി വിടറ, അച്ഛനെ തോപ്പിക്കടാ, തോപ്പിക്കങ്ങട്ട്. അഗുച്ചേട്ടൊക്കെ വന്നുണ്ട്, അഗുവിനെ ഇടിക്കരുത്. അഗുവേ ജീവൻ വേണേ മാറിക്കോടാ. അമ്പലത്തിൽ പോണാ? ടാറ്റാ, സീ യു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു.